ഇന്ന് സഭയായിട്ട് ദിവ്യ സംഗീത ഞായർ DSMC സൺഡേ കൊണ്ടാടുന്നതായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ സന്ദേശം പ്രാരംഭമായി പങ്കുവെച്ചതിന് ശേഷം തുടർന്ന് ഇന്നത്തേക്കുള്ള പ്രധാനമായിട്ടുള്ള സന്ദേശത്തിലേക്ക് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ചിന്തകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായിരിക്കണമേ, അനുഗ്രഹകരമായിരിക്കണമേ. തിരുനാമത്തിന് മഹത്വത്തിനായി തീരത്തക്ക വിധത്തിൽ കേൾക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും ഹൃദയത്തിൽ സൂക്ഷിപ്പാനും ഞങ്ങൾക്കിടയാവണം. സംസാരിക്കുന്ന അടിയന്റെ ഉള്ളിലും കേൾക്കുന്ന മക്കളുടെ ഉള്ളിൽ ഒരുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ കൊച്ചുമകൻ നിഖിൽ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമില്ലാതിരുന്ന ഒരു പുതിയ ഇംഗ്ലീഷ് പാട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രശസ്ത സംഗീതജ്ഞരായ ലേഡി ഗാഗ, ബ്രൂണോ മാസ് അവരുടെ കൊളാബറേഷനിൽ 2024 ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത ഒരു പാട്ടാണ്. എനിക്ക് ആ പാട്ട് നേരത്തെ പരിചയമുണ്ടായിരുന്നില്ല. ആ പാട്ടിന്റെ വരികൾ ഞാൻ ശ്രദ്ധിച്ചു. വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് ലവ് സോങ്, സ്നേഹ സംഗീതമാണ്. നല്ല വാക്കുകൾ, നല്ല വരികൾ. അതിലെ ഒരു ചെറിയ പ്രയോഗമാണ് അവൻ ഈ പാട്ടിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. Die with a smile. Die with a smile. ഒരു പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയുക. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ ആ പാട്ട് കിട്ടും. Die with a smile. ഈ പാട്ടിൽ നിന്നും ഈ വാക്കുകൾ ഞാൻ അടർത്തി മാറ്റി ആ വാക്കുകളെ മാത്രം കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിത്രം ഒരു പുഞ്ചിരിയോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അത് യേശു ക്രിസ്തുവാണ്. ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം കസ്താൻസാക്കിസ്. ആ ചിത്രം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരുന്നു. അവിടെ നിങ്ങൾ എത്ര പേർക്ക് അത് കാണാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. ആ ചിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അതിമനോഹരമായി ഇപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഒടുവിൽ പറഞ്ഞ വാക്ക് നിവൃത്തിയായി എന്നാണല്ലോ. അത് ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. But there's a far better translation in some of the versions of the Bible, where you see it is accomplished. വാസ്തവത്തിൽ അതിന്റെ പരിഭാഷയാണ് മലയാളം. നിവൃത്തിയായി, തീർന്നു എന്നല്ല, അവസാനിച്ചു എന്നല്ല, ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നല്ല, നിവൃത്തിയായി, ഇറ്റ് ഇസ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നുള്ള വാക്കാണ് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിലെ ചിത്രത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ. അത് പറയുമ്പോൾ അത് നടന്റെ സാമർഥ്യമാണോ ഡയറക്ടറുടെ സാമർഥ്യമാണോ കഴിവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും യേശു ക്രിസ്തുവിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയും ആ ചിത്രത്തിൽ. ജീസസ് ഡൈസ് വിത്ത് എ സ്മൈൽ ഓൺ ദ ക്രോസ് when he says it is accomplished. A smile of satisfaction, a smile which comes out of a sense of fulfillment. സകലവും നിവൃത്തിയായതിന്റെയും പൂർത്തിയായതിന്റെയും സന്തോഷം പകരുന്നതായിട്ടുള്ള സുന്ദരമായ ഒരു പുഞ്ചിരി തന്റെ ചുണ്ടുകളിൽ വഹിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു വിട പറയുന്നത്. Die with a smile. ആ യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ശിഷ്യന്മാരോടൊപ്പം താൻ പെസഹ ആചരിക്കുന്നു, അവിടെ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. അത് പറയുന്നതായിട്ടുള്ള ഭാഗത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ ധനികർക്ക് വേണ്ടി പാവനത്തെ ചൊരിയുന്ന പുതിയ രക്തം എന്നൊക്കെ പറഞ്ഞ്, ഇത് നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മാത്യു 26:30
ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. And after singing a hymn, they went on to the Mount of Olives. അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. After singing a hymn. എങ്ങോട്ടാണ് പോകുന്നത്? മരണത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, പിന്നീട് ഗെത്സമനത്തോട്ടം, ക്രൂശീകരണം, അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. So Jesus walks along the path of death after singing a song of praise. To go and embrace death with a smile. സ്തോത്രം പാടിയ ശേഷം മരണത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് മരണത്തിന്റെ മലമുകളിൽ കാൽവറിയിൽ കയറിയിട്ട് ഒരു പുഞ്ചിരിയോടുകൂടെ മരണത്തെ ആശ്ലേഷിക്കാനായിട്ട് to embrace death with a smile യേശുക്രിസ്തു പോവുകയാണ്. What a fantastic, superbly beautiful picture. അതുകൊണ്ട് ഡൈ വിത്ത് എ സ്മൈൽ എന്നുള്ള പാട്ടിന്റെ വരികൾ എന്റെ ഉള്ളിൽ ഉണർത്തിയ ചിന്തകളാണ് സഹോദരങ്ങളെ ഞാനിപ്പോൾ പങ്കുവെച്ചത്. എന്തിനാണിത് പറഞ്ഞത്? മരണത്തിൽ പോലും സംഗീതത്തിനുള്ള സ്ഥാനമാണ്. അവർ സ്തോത്രം പാടിയ ശേഷം മരണത്തിലേക്ക് യാത്രയായി ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ പാട്ടുപാടിയ മാലാഖമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പല മാലാഖമാർ പാടി. മരണത്തിലും പാട്ടോടുകൂടെ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്തു. അതുകൊണ്ട് സംഗീതം എന്താണ് ജീവിതത്തിൽ? ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇതേപോലൊരു സന്ദർഭത്തിൽ ഒരിക്കൽ സാന്റക്രൂസ് പള്ളിയിൽ നടത്തിയൊരു പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, എനിക്ക് രണ്ടു കൂട്ടം ആളുകളെ ഭയമാണ്. ഒന്ന്, ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതെ, ഒരു പുഞ്ചിരി പോലും തരാതെ ധനം ഭാവിച്ച് നടന്നു പോകുന്ന ആളുകളെ എനിക്ക് ഭയമാണ്. Those who never smile, I'm scared of them. രണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കാതെ പോകുന്ന മനുഷ്യരെ എനിക്ക് അതിലേറെ ഭയമാണ്. ഒരു കുഞ്ഞിനെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാതെ പോകുന്ന മനുഷ്യരെ I'm all the more scared of them. സംഗീതത്തിന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ നന്നായി പാകപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള വലിയ കഴിവുണ്ട്. So that's my message to the choir members. I always say you stand in the place of the angels who sang the first choir when Jesus was born. അല്ലേ? So അവരാണ് ആദ്യത്തെ choir. The choir was angelic choir. So you stand in the place of the angels. So we all look up to you, angels singing for us on our behalf, and we try to join you. So you need to take your role with all that seriousness. മനസ്സിലായോ? ചുമ്മാ നിങ്ങളുടെ പാട്ടിന്റെ കഴിവ് കാണിക്കാൻ വേണ്ടി നിങ്ങളെക്കാളും നന്നായിട്ട് പാടുന്നത് എന്നെ പോലുള്ളവരോടുണ്ട്. ചുമ്മാ ഞങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരായതുകൊണ്ടല്ല. We try to see the commitment and the dedication with which you sing for the Lord. That's what we expect from you. So I pray for you, especially choir members, those who are here and those who are not here today. And my prayers for all of them. May God bless you. And dying with a smile, with a song on your lips and in your heart. അതാവട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 5ാമത്തെ ഞായർ എന്നാണ് നമ്മുടെ ലക്ഷണറി, നമ്മുടെ കലണ്ടറിൽ, the 5th Sunday after resurrection. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ വായിച്ചിരുന്ന ഗോസ്പൽ പോർഷൻ, ഏവൻഗേലിയൻ ഭാഗമൊക്കെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഓരോരോ സംഭവങ്ങളായിരുന്നു. കഴിഞ്ഞ ആഴ്ച വായിച്ചത് എമ്മോസ് റോഡിലേക്കുള്ള യാത്രയിൽ 2 ശിഷ്യരോടൊപ്പം ചേർന്ന് നടക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്.
റോബർട്ട് ഷൂളർ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് എന്ന് ഞാൻ കരുതുന്നു. എ വെൽ നോൺ പേഴ്സൺ, എ മോട്ടിവേഷണൽ സ്പീക്കർ, വെൽ നോൺ ഇവാഞ്ചലിസ്റ്റ്. അമേരിക്കയിലെ ക്രിസ്റ്റൽ കത്തീഡ്രൽ റോബർട്ട് ഷൂളറിൻ്റെതാണ്. അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുണ്ട്. മദർ തെരേസ നീഡ്സ് നോ ഇൻട്രഡക്ഷൻ. So Robert Schuller and Mother Teresa had a conversation once, about which I read lately. റോബർട്ട് ഷൂളർ മദർ തെരേസയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു ഇന്റർവ്യൂവിൽ. മദർ, പ്ലീസ് ലിസൺ ടു മീ. God created human beings in love, with love and for love. ദൈവം മനുഷ്യനെ സ്നേഹത്തിൽ സ്നേഹിക്കാനായിട്ട്, സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് സൃഷ്ടിച്ചു. God created humans in love, with love and for love. And God also gave them umpteen avenues to express love, to share love. ഈ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലിനെ ദൈവം മനുഷ്യന് ഒരുപാട് വഴികളെ തുറന്നു കൊടുത്തു, വിശാലമായ വഴികൾ, avenues. But why is it that human beings are still at war, fighting? എന്തുകൊണ്ടാ യുദ്ധം, ഈ പോരാട്ടം മനുഷ്യർ തമ്മിൽ? സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. ഈ സ്നേഹം പങ്കുവയ്ക്കാനായിട്ടുള്ള ധാരാളം വഴികൾ ദൈവം സമ്മാനിച്ചവരാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ തമ്മിൽ ഈ പോരാട്ടം, ഈ യുദ്ധം? മദർ തെരേസ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. ഹ്യൂമൻ ബീയിങ്സ് ആർ യെറ്റ് ടു ഡിസ്കവർ ദ പവർ ഓഫ് ലവ്. സ്നേഹത്തിന്റെ പവർ, സ്നേഹത്തിന്റെ ശക്തി മനുഷ്യൻ ഇന്നും കണ്ടെത്തിയിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. Human beings are yet to discover the power, the strength of love. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രം യൂഹാനൻ മാർത്തോമ സ്റ്റഡി സെന്റർ, JMM സ്റ്റഡി സെന്റർ ഡയറക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന 4 വർഷങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റഡി സെന്ററിലെ പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ തിരുവനന്തപുരത്തെ ധാരാളം സ്ഥാപനങ്ങൾ, ഗവൺമെന്റൽ, നോൺ ഗവൺമെന്റൽ സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വന്ന് സ്റ്റഡി സെന്ററിലെ പ്രോഗ്രാംസ് ലീഡ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അങ്ങനെ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് ഉള്ള ഒരു ക്രിമിനോളജിസ്റ്റ്. ആ പേര് ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിലും പേപ്പറിലൊക്കെ അടുത്ത കാലം വരെ സാധാരണയായി വന്നിരുന്ന ഒരാളാണ്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ക്രിമിനോളജിസ്റ്റ്. ഒരിക്കൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ സംഭാഷണത്തിൽ ജെയിംസ് എന്നോട് പറഞ്ഞു, അച്ഛൻ, ഒരു നിയമം കൊണ്ടും ലോകത്തിൽ നിന്ന് ക്രൈം പോവില്ല. യു കനോട്ട് ഡു അവേ വിത്ത് ക്രൈം വിത്ത് എനി ലോ, എനി എമൗണ്ട് ഓഫ് ലോ. ഏത് നിയമം കൊണ്ടും എത്ര നിയമം ഉണ്ടാക്കിയാലും ലോകത്തിൽ നിന്നും, മനുഷ്യരുടെ ഇടയിൽ നിന്നും ഈ ക്രൈം, കുറ്റം പോവില്ല, മാറ്റാനാവില്ല. Then he said, but love alone. Not law, but love. നിയമം കൊണ്ട് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നന്നായിട്ടില്ല. നിയമത്തെ പേടിച്ചാരാ നന്നായിട്ടുള്ളത്? നമ്മളൊന്നും നന്നായിട്ടൊന്നുമില്ല. നമുക്ക് നിയമത്തെ ഭയപ്പെടുന്നവരാണ്, അതുകൊണ്ട് നല്ല മനുഷ്യരൊന്നും ആയിട്ടില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ നന്മ കൊണ്ടല്ല, നിയമത്തെ പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ലോ ബട്ട് ലവ്. സ്നേഹം കൊണ്ട് മാത്രമേ മനുഷ്യൻ രൂപാന്തരപ്പെടുകയുള്ളൂ. അന്ന് മാത്രമേ ലോകത്തിൽ ക്രൈം ഇല്ലാതാവുകയുള്ളൂ. You cannot do away with crime with law. ഇത് ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ഒരിക്കൽ എന്നോട് പറഞ്ഞ വാക്കുകളാണ്. മദർ തെരേസ പറഞ്ഞു, ഹ്യൂമൻ ബീയിങ്സ് ആർ യെറ്റ് ടു ഡിസ്കവർ ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ലവ്.
And Dr. James says, not law, but law. Why I tell you this today, this morning? നമ്മൾ കാണാതെ പോയ, നമ്മൾ കണ്ടെത്താതെ പോയ സ്നേഹത്തിന്റെ പവറും സ്ട്രെങ്തും കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 4 ആഴ്ചകളിലും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ് റിസറക്ഷൻ സീൻസ് ആണ്, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള. അവിടെ എല്ലാം യേശു ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടുമുട്ടുകയാണ്. ജീസസ് ക്രൈസ്റ്റ് എൻകൗണ്ടേഴ്സ് ഹിസ് ഡിസൈപ്പിൾസ്. അങ്ങനെയായിരുന്നു ശിഷ്യന്മാർ. തള്ളിപ്പറഞ്ഞവനും ഒറ്റിക്കൊടുത്തവൻ പോയി, വിട്ടുപോയവനും ഒക്കെയായിട്ടുള്ള ആളുകൾ ആയിരുന്നു ഈ ശിഷ്യന്മാർ. ഈ 11 പേരെയാണ് യേശു ക്രിസ്തു പിന്നീട് എൻകൗണ്ടർ ചെയ്യുന്നത് മുഴുവനും, അറ്റ് ഡിഫറെന്റ് പ്ലേസസ്, അറ്റ് ഡിഫറെന്റ് ഒക്കേഷൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല, ഒരിക്കൽ പോലും നെവർ എവർ യേശു ക്രിസ്തു അവരെ വഴക്ക് പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, കണക്ക് തീർക്കുന്നില്ല. He doesn't try to settle accounts with them. He doesn't try to question them. ഒന്നുമില്ല. ആദ്യം കണ്ടപ്പോൾ മുറിയടച്ച് വാതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു, അതേ കർത്താവ് പറഞ്ഞു. പിന്നെ he showed his wounds and all that. രണ്ടാമത് തോമസ് അന്നേരം ഇല്ലായിരുന്നു. രണ്ടാമത് തോമസ് എല്ലാം കൂടെ again he appears and says, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തോമസിനെ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് മീൻ പിടിക്കാൻ പോയവരായിട്ടുള്ള ശിഷ്യന്മാർ, ശ്രദ്ധിക്കണം, ഈ ആദ്യത്തെ ഈ റിസറക്ഷൻ അപ്പിയറൻസസ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. എന്നിട്ടും ശിമോൻ പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദർ എക്സ്പീരിയൻസ് ഓഫ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്, കണ്ടതാണ്, കേട്ടതാണ്, തൊട്ടതാണ്, എന്നിട്ടും അവർ പറഞ്ഞു നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഒരിക്കൽ യേശു ക്രിസ്തു എവിടെ നിന്ന് അവരെ വിളിച്ച് തന്നിലേക്ക് ചേർത്തോ, ഫോളോ മീ എന്ന് പറഞ്ഞ് ചേർത്തോ, ദർ ഗോയിങ് ബാക്ക് ടു ദ സെയിം പ്ലേസ്, മീൻ പിടിക്കാൻ പോവാം. അവിടെയും യേശു ക്രിസ്തു വരുന്നു. ഒന്നും ചോദിച്ചില്ല, എന്റെ മക്കളെ നീ ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് ചെയ്യുന്നത്? നമ്മളൊക്കെയാണ് അങ്ങനെ പറയുക. എന്തിനാടാ മക്കളെ നീ ഇപ്പോഴും ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നും പറഞ്ഞില്ല. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ശരി, വലത്തുവശത്ത് വല നിറയെ, വള്ളം നിറയെ മീൻ. എന്നിട്ട് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വന്ന് കഴിക്കേ. The best breakfast world ever saw. തള്ളിപ്പറഞ്ഞവനും ഓടിപ്പോയവനും താൻ വിളിച്ച സ്ഥലത്ത് അതെല്ലാം വിട്ട് മടങ്ങിപ്പോയനും ഒക്കെ എല്ലാരെയും വിളിച്ചുകൂടി യേശുക്രിസ്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. This was Jesus Christ. This was the power and the strength of love with which Jesus reinstated the disciples. അകന്നുപോയി, തകർന്നുപോയി, തന്നെ വിട്ടുപോയ ശിഷ്യന്മാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവൻ റീഇൻസ്റ്റേറ്റ് ചെയ്യാണ്. എങ്ങനെയാ ചെയ്തത്? സ്നേഹം. അതാണ് മദർ തെരേസ പറഞ്ഞത്, the world is yet to discover the power and strength of love. അതാണ് ജെയിംസ് വടക്കഞ്ചേരി പറഞ്ഞത്, no law, only love. ഈ സ്നേഹം കൊണ്ടല്ലാതെ യേശുക്രിസ്തുവിന് വേറെ ഒരു വിധത്തിലും ഈ ശിഷ്യന്മാരെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു അവരെല്ലാം കൂടെ പിടിച്ച് വഴക്ക് പറഞ്ഞെന്ന് വിചാരിക്കുക, നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളുകയല്ലടാ, ഞാൻ എത്ര സ്നേഹത്തിൽ നിന്നെ കൊണ്ടു നടന്നാടാ, എന്റെ കൂടെ നടന്ന് തിന്നതിന്റെ നന്ദിയില്ലടാ, ഇതൊക്കെ പറയാമായിരുന്നു. സത്യമല്ലേ? ഇതൊക്കെ പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. ഈ നമ്മളെന്ന് പറയുന്നില്ല, ഞാനും യേശുക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ഇതൊക്കെ അങ്ങ് പറയും. എന്നിട്ട് ഈ അച്ഛൻ തന്നെ ചോദിക്കുക, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ പറയാം, എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞ സത്യമല്ലേ അച്ഛാ? എന്നിട്ട് ഞാൻ എന്നെ അങ്ങനെയല്ല നമ്മള്, എന്തിനാ സാർ ഇങ്ങനെയൊക്കെ വർത്താനം പറയാം? എന്താ അച്ഛാ കുഴപ്പം? ഞാൻ പറഞ്ഞ സത്യമല്ലേ അച്ഛാ? എല്ലാ സത്യങ്ങളും പറയാൻ നിനക്ക് അവകാശമില്ല. നമ്മളെ തെറ്റിദ്ധാരണയാണ്, സത്യം പറയും. എന്ത് സത്യം പറയും? നീ പറയുന്ന സത്യം കൊണ്ട് മുറിവേറ്റവരാണ് ഈ ലോകത്തിൽ കൂടുതൽ.
നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള സത്യം കൊണ്ടാണ് ഇവിടെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പരിക്കേറ്റിട്ടുള്ളത്, തകർന്നു പോയിട്ടുള്ളത്. സത്യമല്ലേ പറഞ്ഞു, സത്യമല്ലേ പറഞ്ഞു, ഞാൻ സത്യമല്ലേ പറഞ്ഞു. നിന്റെ സത്യം തിന്മയായി തീരുകയാണ്. ക്രിസ്തുവിന് സത്യം പറയാമായിരുന്നു, പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ കഴിയുമായിരുന്നു. They could never deny if Jesus Christ had told the truth. But Jesus didn't say the truth. ഒന്നും പറഞ്ഞില്ല. This is love. സത്യം പറഞ്ഞ് സ്നേഹത്തെ പുറന്തള്ളുകയാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ. സ്നേഹത്തിന് ഒരു പ്ലേസും ഇല്ല. സത്യം സത്യം. സ്നേഹമില്ലാത്ത സത്യത്തിന് എന്താ അർത്ഥം? സ്പീക്ക് ട്രൂത്ത് വിത്ത് ലവ്. സത്യം പറഞ്ഞോ, സത്യം സ്നേഹത്തിൽ പറയണം. അത് പള്ളിയിലായാലും വീട്ടിലായാലും ഓഫീസിലായാലും എവിടെയായാലും ആരോടായാലും. യു സ്പീക്ക് ട്രൂത്ത്, ബട്ട് സ്പീക്ക് ട്രൂത്ത് വിത്ത് ലവ്. സ്നേഹമില്ലാത്ത സത്യം അർത്ഥമില്ലാത്തതാണ്, കല്ലെറിയുന്നതിന് തുല്യമാണ് പലപ്പോഴും. അഹങ്കരിക്കരുത്, ഞാൻ സത്യമാ പറയുന്നത്. നോ, യു ആർ നോട്ട് ഡൂയിങ് എനി ഗുഡ്, യു ആർ ഡൂയിങ് ഈവിൾ ഇഫ് യു സേ ട്രൂത്ത് വിത്തൗട്ട് ലവ്. യേശുക്രിസ്തു സ്നേഹത്തിൽ അവരെ വീണ്ടെടുത്തു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ലാസ്റ്റ്, പത്രോസിനെ മാത്രമായിട്ട് യേശുക്രിസ്തു എൻകൗണ്ടർ ചെയ്യുകയാണ്. എന്താ ശിമോൻ പത്രോസിനോട് യേശു ചോദിച്ച ചോദ്യം? അവർ തമ്മിൽ മാത്രം കണ്ടപ്പോൾ എന്താ ചോദിച്ചേ? നീ എന്നെ വിശ്വസിക്കുന്നോ എന്നല്ല ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നോ എന്നാ ചോദിച്ചേ. Isn't it amazing? The obvious natural question that Jesus should have asked Peter was, Peter, do you have faith in me? എന്നെ വിശ്വസിക്കുന്നോ പത്രോസേ? ചോദിച്ചില്ല അത്. കാരണം യേശുക്രിസ്തുവിന് അറിയാം, ഫെയ്ത്തിനേക്കാളും വിശ്വാസത്തെക്കാളും അപ്പുറമാണ് ഏത്? സ്നേഹം. ലവ് ഈസ് ബിയോണ്ട് ഫെയ്ത്ത്. വൺ സ്റ്റെപ്പ് away, one step further, one step beyond faith. സ്നേഹത്തിലല്ലാതുള്ള സത്യത്തിന് അർത്ഥമില്ല എന്നാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് വിതൗട്ട് ലവ് ഈസ് ഈവിൾ. ഫെയ്ത്ത് വിതൗട്ട് ലവ് ഈസ് മീനിങ്ലെസ്. സ്നേഹമില്ലാത്ത വിശ്വാസത്തിന് അർത്ഥമില്ല. ഈ നമുക്കൊക്കെ ഉള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. കാരണം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ വന്നത്. അവിടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യം അല്ല. ദാറ്റ്സ് നോട്ട് ദ ക്വസ്റ്റ്യൻ. ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ഹാവ് എ ഫെയ്ത്ത് വിച്ച് ഈസ് റൂട്ടഡ് ഇൻ ലവ്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അത് നമ്മുടെ കാര്യസാധ്യത്തിനാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം. അത് ക്രിസ്തു യേശു. ഈസ് യുവർ ഫെയ്ത്ത് റൂട്ടഡ് ഇൻ യുവർ ലവ് ഫോർ ക്രൈസ്റ്റ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു ചോദിച്ചത്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്ന കർത്താവേ, ശരി, എന്റെ കുഞ്ഞാടുകളെ മേയിക്ക. യേശുക്രിസ്തുവിന്റെ ചോദ്യത്തോട് ഞാൻ ഒരു വാക്ക് ഞാനൊന്ന് തൽക്കാലം കൂട്ടിച്ചേർക്കുകയാണ്. What Jesus Christ asked was, Simon, do you love me? I would like to add just one word to that question which Jesus asked. Simon, do you love me enough to take care of my sheep? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം അത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ? Do you love enough to that extent, that much? That's the question. നീ എന്നെ സ്നേഹിക്കുന്നു. നീ സ്നേഹത്തിന്റെ ആസിഡ് ടെസ്റ്റ് ആയിരുന്നോ കർത്താവ് നടത്തിയത്? പത്രോസിന് സ്നേഹം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് യേശുവിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എനിക്കും ഒരു സംശയമില്ല. ഒരു നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, പള്ളി പറഞ്ഞ് ഓടിപ്പോയി, അതൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് പത്രോസിന് യേശുവിനോട് സ്നേഹമില്ലായിരുന്നു എന്ന് അർത്ഥമില്ല. ജീസസ് ക്രൈസ്റ്റ് വാസ് നോട്ട് ടെസ്റ്റിംഗ് ദ ലവ് ഓഫ് സൈമൺ.
സൈമന്റെ സ്നേഹമെല്ലാം പോയോ, ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി യേശു ക്രിസ്തു ചോദിച്ച ചോദ്യം അല്ലത്. സൈമൺ, ഡു യു ലവ് മീ ഇനഫ് ടു ബി വിത്ത് മീ ഇൻ മൈ മിഷൻ? കുഞ്ഞാടുകളെ മേയ്ക്കുന്ന എന്റെ ദൗത്യത്തിൽ എന്നോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം അത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ശിമോനെ? ഡു യു ലവ് മീ ദാറ്റ് മച്ച്? So that precisely is the question that Jesus would ask us today. That exactly is the question that Jesus would ask me today, this morning. Jolly, do you love me enough to be with me in my mission in the world? What a profound, what a penetrating question. What a penetrating. അതുകൊണ്ടാണ് പത്രോസ് കരഞ്ഞു പോയത്. മൂന്നാമത്തെ ചോദ്യം അവൻ എന്ത് ചെയ്തു? സങ്കടപ്പെട്ടു, ദുഃഖിച്ചു, കരഞ്ഞുപോയി. സ്നേഹത്തിന്റെ അളവ് മെഷർ ചെയ്യാനുള്ള ചോദ്യമല്ല. സൈമൺ, ഡു യു ലവ് മീ ഇനഫ് ടു ബി വിത്ത് മീ? ദാറ്റ് ക്വസ്റ്റ്യൻ ഷാറ്റേർഡ് സൈമൺ. അതുകൊണ്ടാണ് ശിമോൻ കരഞ്ഞുപോയത്. ആ ചോദ്യം എന്നോട്, നിങ്ങളോട്, മാത്യു, തോമസ്, മേരി, ജോൺ, ഡു യു ലവ് മീ ഇനഫ് ചോദിച്ചാൽ സത്യമായിട്ടും നമ്മളും കരഞ്ഞു പോകും. നമ്മൾ കരയാത്തത് നമ്മളോടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോഴത് ചിന്തിച്ചിട്ട് അതുകൊണ്ടാണ്. We have always placed that question only to Peter. പീറ്ററിനുള്ള ചോദ്യമായിട്ട് മാത്രമല്ല, that question is to you and me. അങ്ങനെ വന്നാൽ നമ്മളും കരഞ്ഞു പോകും, സത്യമായിട്ടും കരഞ്ഞു പോകും. നീ ഇന്ന് പള്ളി വന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ടാണോ? ചോദ്യം എന്നോട് ഉത്തരം പറയണ്ട. ലെറ്റ്സ് ആസ്ക് അവർസെൽവ്സ്. ഞാൻ ഇന്ന് പള്ളി വന്നത് ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ടാണോ അല്ലയോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ടാണോ അല്ലയോ? ഞാൻ എന്തെങ്കിലുമൊക്കെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നാണോ? Is anything and everything rooted in my love for Christ? That is the question. ഇതാണ് ക്രിസ്തുവിന്റെ ചോദ്യം. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ ആകമാനമായിട്ട്. 1, die with a smile. 2, do you love me enough to be with me in my mission in the world? Jolly, Thomas, Abraham, Matthew, Mary, Sarah. Do we love him enough? Do we love him enough? What would be our answer to that question? Do you love me enough?